സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ വിദേശ തൊഴിലാളികളുടെ ലെവി ഇളവ് ദീർഘിപ്പിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം സ്വീകരിച്ചത്. വിദേശ തൊഴിലാളികളുടെ പേരിൽ തൊഴിലുടമകൾ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ അടയ്ക്കേണ്ട ഈ തുക സർക്കാർ നൽകുന്നത് തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലെവി ഇളവ് 2025 ഡിസംബർ 31 വരെയാണ് നീട്ടിയിരിക്കുന്നത്. പ്രവാസികൾക്കേറെ ആശ്വാസമാകുന്ന തീരുമാനമാണ് ഇപ്പോൾ സൗദിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പുതിയ തീരുമാനം രാജ്യത്തെ വ്യവസായ മേഖലയ്ക്ക് ഉണർവും പ്രയോജനവും നൽകുമെന്നാണ് കരുതുന്നത്. വിദേശ തൊഴിലാളിക്ക് മേലുള്ള പ്രതിമാസ ലെവി 800 റിയാലാണ്. തൊഴിലുടമ അല്ലെങ്കിൽ സ്ഥാപന നടത്തിപ്പുകാരാണ് ഈ ലെവി അടയ്ക്കേണ്ടത്. വ്യവസായ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലെവി ഇളവ് പ്രഖ്യാപിച്ചത്. ഇത് അവസാനിക്കാനിരിക്കെയാണ് അടുത്ത വർഷാവസാനം വരെ പദ്ധതി ദീർഘിപ്പിച്ചിരിക്കുന്നത്. സൗദിയിൽ പുതിയ അധ്യയന വർഷം ഓഗസ്റ്റ് 18 ഞായറാഴ്ച ആരംഭിക്കാനിരിക്കെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശങ്ങളുമായി അധികൃതർ രംഗത്ത്. സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളുകളിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയത്. ഡ്രൈവിംഗ് പെർമിറ്റ്, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയ്ക്ക് പുറമെ ഡ്രൈവറുടെ പ്രായം 25 വയസ്സിൽ കുറവായിരിക്കരുത് എന്ന നിബന്ധനയും അതോറിറ്റി മുന്നോട്ട് വെച്ചു. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന് കാണിക്കുന്നതിനുള്ള പോലീസിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ. ഡ്രൈവർ ഒരു അംഗീകൃത പ്രഥമ ശുശ്രൂഷ കോഴ്സിന് വിധേയനാകണം. അതോറിറ്റി നടത്തുന്ന മെഡിക്കൽ പരിശോധനയിൽ വിജയിക്കണം. പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയിലും വിജയിക്കണം. കൂടാതെ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി നിശ്ചയിച്ച ഏതെങ്കിലും ടെസ്റ്റ് അല്ലെങ്കിൽ പരിശീലന കോഴ്സുകൾ ലഭിച്ചിരിക്കണം എന്നിവയും നിബന്ധനകളിൽ ഉൾപ്പെടുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും അവരുടെ സുരക്ഷ മുൻനിർത്തി ഗുണനിലവാരവും കാര്യക്ഷമതയുമുള്ള ഗതാഗത സേവനങ്ങളുടെ ലഭ്യതയും ഉറപ്പാക്കണം. അതിന് നിയമപരമായ ഗതാഗത സംവിധാനങ്ങളെ മാത്രമേ യാത്രയ്ക്കായി സമീപിക്കാവൂ എന്നും അതോറിറ്റി വ്യക്തമാക്കി. സ്കൂൾ ഗതാഗതത്തിന് ലൈസൻസ് ഉള്ളവർ വിദ്യാഭ്യാസ ബസ്സുകൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സാങ്കേതിക ഉപകരണങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 15 സീറ്റുകളിൽ കൂടുതൽ ശേഷിയുള്ള ബസ്സുകൾ, 15 സീറ്റിൽ താഴെയുള്ള ബസ്സുകൾ, 9 സീറ്റിൽ കൂടാത്ത വാനുകൾ എന്നിവയ്ക്ക് പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങളാണ് അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സോഹർ വിലായത്തിൽ സംഘർഷത്തിലേർപ്പെട്ട പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ രാജ്യക്കാരായ ഒരു സംഘം പ്രവാസികളാണ് കൂട്ടത്തല്ലിൽ ഏർപ്പെട്ടത്. സംഘടിച്ച് കലഹമുണ്ടാക്കിയവരെ ബാത്തിന പോലീസ് കമാൻഡ് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹം വിലായത്തിൽ പ്രാദേശിക മാർക്കറ്റിൽ വെച്ച് അടിപിടി കൂടിയ ഒരു കൂട്ടം വിദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കിയിരുന്നു. മാർക്കറ്റിൽ നിന്നും സംഘം തിരിഞ്ഞ് ആളുകൾ തമ്മിൽ അടിപിടി കൂടുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചു. ഇതിന് പിന്നാലെയാണ് കലഹത്തിൽ ഏർപ്പെട്ടവരെ വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഖരീഫ് ആസ്വദിക്കാൻ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും സഞ്ചാരികളെത്തുമ്പോൾ ദോഫാറിൽ ടൺ കണക്കിന് മാലിന്യങ്ങളും കുന്നുകൂടുന്നു. ഇത്തവണ ജൂലൈ മാസത്തിൽ നഗരസഭയുടെ മാലിന്യപ്പെട്ടികളിൽ നിന്നും 34,000 ടൺ മാലിന്യം ശേഖരിച്ചതായി ഒമാൻ എൻവയോൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 30% വർധനവാണ് രേഖപ്പെടുത്തിയത്. പ്രതിദിനം ശരാശരി 923 ടൺ എന്ന നിലയിൽ നിന്നും 1107 ടൺ എന്ന നിലയിലേക്ക് മാലിന്യങ്ങളുടെ തോത് ഉയർന്നു. ഖരീഫ് കാലത്ത് ദശലക്ഷം സഞ്ചാരികളാണ് ദോഫാറിലെ പച്ചപ്പും ചാറ്റൽ മഴയും ആസ്വദിക്കാനെത്തുന്നത്. ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെന്ന ആഭ്യന്തര രാജ്യാന്തര സഞ്ചാരികൾ വലിയ തോതിൽ മാലിന്യം ഉപേക്ഷിച്ച് പോകുന്നത് നിത്യകാഴ്ചയാണ്. അലക്ഷ്യമായി മാലിന്യം ഉപേക്ഷിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തിൽ 3000 മാലിന്യപ്പെട്ടികൾ അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ടൂറിസ്റ്റ് സൈറ്റുകളിൽ ചെറിയ 1000 വേസ്റ്റ് ബിൻ പല സ്ഥലങ്ങളിലായും ലഭ്യമാക്കിയിട്ടുണ്ട്. ദിനം പ്രതി വലിയ തോതിൽ മാലിന്യങ്ങളാണ് ദോഫാർ നഗരസഭ ശുചീകരണ തൊഴിലാളികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നത്. അതേസമയം മാലിന്യം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നത് തടയാൻ വേസ്റ്റ് ബാഗുകൾ ബേഹ് ഒമാൻ വിതരണം ചെയ്യുന്നുണ്ട്. ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്കരികിലെത്തിയും വാഹനങ്ങളിലും ബാഗുകൾ നൽകുകയാണ് അധികൃതർ.
ഇത്തരത്തിൽ ലഭിക്കുന്ന ബാഗുകളിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പൊതു സ്ഥലങ്ങളിലെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം. പ്രകൃതി ആസ്വദിക്കാൻ വരുന്നവർ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനെതിരെ പ്രദേശവാസികൾക്കിടയിലും അമർഷമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് പച്ചപ്പുകളിലും വെള്ളക്കെട്ടുകളിലും ബീച്ചുകളിലുമെല്ലാം ആളുകൾ ഉപേക്ഷിച്ച് കടന്നു പോകുന്നത്. പ്രത്യേകം ഒരുക്കിയ പ്രദേശങ്ങളിലും പെട്ടികളിലുമല്ലാതെ മാലിന്യം നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്. 10 ദിവസം തടവും 300 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത്. പ്രകൃതി സംരക്ഷിക്കുന്നതിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കുന്നതിനും ബോധവൽക്കരണവും അധികൃതർ നടത്തുന്നുണ്ട്. പരിസ്ഥിതി വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സഞ്ചാരികളിൽ നേരിട്ടെത്തിയാണ് ബോധവൽക്കരണം. സീസൺ കഴിയുന്നതുവരെ ഇത് തുടരും. ഒമാനിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലിയിൽ തുടരുന്നവർക്കെതിരെ കർശന നടപടികൾ വരാനിരിക്കുന്നു. സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ, അനധികൃതമായി ഒമാനിൽ പ്രവേശിച്ച് തൊഴിലെടുക്കുന്നവർ തുടങ്ങിയ നിയമലംഘകരെ നാട് കടത്തുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളാണ് കാത്തിരിക്കുന്നത്. തിരികെ ഒമാനിലേക്ക് മടങ്ങിവരാൻ സാധിക്കാത്ത നിലയിലാകും രാജ്യത്ത് നിന്നും മടക്കി അയക്കുകയെന്നും തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന നിയമലംഘകരെ നാട് കടത്തുന്നതിനുള്ള ചെലവ് തൊഴിലുടമയോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയോ ഉത്തരവാദിത്തമായിരിക്കും. സ്വദേശിവൽക്കരണം പൂർത്തീകരിക്കാത്ത കമ്പനികൾക്ക് പുതിയ വിസകൾ അനുവദിക്കുന്നതിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും തൊഴിൽ മന്ത്രാലയം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കുന്നത് കണ്ടെത്തുന്നതിന് കർശന പരിശോധനയും തൊഴിൽ മന്ത്രാലയം നടത്തിവരുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് വിഭാഗവുമായി ചേർന്ന് മന്ത്രാലയം പ്രവർത്തിച്ചു വരികയാണ്. പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി ഒമാനിൽ വീണ്ടും വിസ വിലക്ക്. 13 തസ്തികകളിൽ വിദേശികൾക്ക് പുതിയ തൊഴിൽ പെർമിറ്റ് അനുവദിക്കില്ലെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 6 മാസത്തേക്കാണ് പുതിയ വിസകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. സാധാരണക്കാരായ തൊഴിലാളികളെ ബാധിക്കുന്നതാണ് പുതിയ വിസ വിലക്ക്. നിർമ്മാണ തൊഴിലാളികൾ, ശുചീകരണം, ലോഡിംഗ് അൺലോഡിംഗ്, ഇഷ്ടിക പണിക്കാർ, സ്റ്റീൽ ഫിക്സർമാർ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങൾ തയ്യൽ നടത്തുന്നവർ, ജനറൽ ഇലക്ട്രീഷ്യന്മാർ, വെയ്റ്റർമാർ, പെയിന്റർമാർ, പാചകക്കാർ, ഹോം ഇൻസ്റ്റാളേഷൻ ഇലക്ട്രീഷ്യൻ, ബാർബർ എന്നീ മേഖലകളിലാണ് പുതിയ വിസ നിരോധിച്ചിരിക്കുന്നത്. അതേസമയം നിലവിൽ ഈ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വിസ പുതുക്കി നൽകുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ കൂടുതൽ തൊഴിൽ മേഖലകളിൽ പ്രവാസികൾക്ക് വിലക്ക് വരികയാണ്. തൊഴിൽ വിപണിയിൽ ഒമാനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 30-ലധികം തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി കഴിഞ്ഞ മാസം തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. സെപ്റ്റംബർ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. എന്നാൽ പുതുതായി വിദേശികൾക്ക് നിരോധനം വരുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല.